ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതാ നീലൂസിൻ്റെ യൂണിഫോം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ വന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു നനഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വീട്ടിലോട്ട് നടന്ന സമയത്ത് മഴ എങ്ങാനും പെയ്ത് കാണും. ഞാൻ ഇന്നലെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചേട്ടായി യൂണിഫോം എല്ലാം ഊരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴേ തോന്നി ഇനി നനഞ്ഞതെല്ലാം ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാനത് ഇന്ന് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കാപ്പിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നത് നനച്ചിടുവാന്നേ. വെള്ള ഷർട്ട് ആയതുകൊണ്ട് ഇനി കരിമ്പൻ അടിച്ചാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ നിക്കറുണ്ടല്ലോ, അതിൻ്റെ റെഡ് കളറ് ഷർട്ടിലോട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കളർ ഇളകുന്ന തുണിയാണോ എന്നൊരു സംശയം. പക്ഷേ യൂണിഫോമിൻ്റെ ഒന്നും അങ്ങനെ ഇളകാറില്ലല്ലോ. എന്നാലും ഇത് തുടക്കത്തിൽ കഴുകുമ്പോൾ ഉള്ളൊരു പ്രശ്നമായിരിക്കും, ഇനി അങ്ങോട്ട് കാണത്തില്ലായിരിക്കും. അങ്ങനെ യൂണിഫോം കഴുകിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർക്ക് യൂണിഫോം തിങ്കളും ചൊവ്വയും വ്യാഴവും വെള്ളിയും ഈ യൂണിഫോം 2 ജോഡിയുണ്ട്. ബുധനാഴ്ച വേറെ ഒരു കളറ് മഞ്ഞ കളറ് യൂണിഫോം ബുധനാഴ്ച ഇടാനായിട്ടും ഇന്നലെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ബാഗിൽ വെച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു, ബുധനാഴ്ചത്തെ യൂണിഫോമാണ് അത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ യൂണിഫോം ഈ ഹാങ്ങറിൽ തൂക്കിയിടാമെന്ന് വിചാരിച്ചേ. യൂണിഫോമും അടിയിലിടുന്ന ബനിയനുണ്ട് കേട്ടോ, കുഞ്ഞ് ബനിയനുണ്ട്. അപ്പോൾ അതും കൂടി ഹാങ്ങറിലിങ്ങനെ തൂക്കിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടും ഷർട്ടും ബനിയനും കൂടെ ഒരു ഹാങ്ങറിൽ തൂക്കിയിട്ടതാട്ടോ ആദ്യം. പിന്നെ തൂക്കിയിട്ടതിന് ശേഷമാണ് ആലോചിച്ചത്, ഞാൻ കംഫർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. നീലൂസിൻ്റെ തുണി മുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ കംഫർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് ഈ കംഫർട്ടിൻ്റെ സ്മെല്ല് എനിക്കിപ്പോൾ പിടിക്കുന്നില്ല. അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. കാരണം വീട്ടിൽ എൻ്റെ അമ്മ തുണിയൊക്കെ മുക്കുന്നത് കംഫർട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഈ കംഫർട്ടിൽ മുക്കി ഉണക്കി എൻ്റെ അലമാരിയിൽ കൊണ്ടുവന്ന് എൻ്റെ തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിരുന്നേ. അപ്പോൾ എനിക്കത് എടുത്ത് ഇടുമ്പോൾ ഭയങ്കര സ്മെല്ലായതുകൊണ്ട് എനിക്ക് ആ സ്മെല്ല് പിടിക്കുന്നില്ലായിരുന്നു. തലവേദന എടുത്ത് പണ്ടാരം തുടങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോടും പറഞ്ഞായിരുന്നു, അമ്മ ഇനി അത് എൻ്റെ തുണിയിൽ മുക്കണ്ടാന്ന്. പക്ഷേ ഇപ്പം ഞാൻ നീലൂസിൻ്റെ യൂണിഫോം മുക്കാൻ വേണ്ടി മാത്രം ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് മുക്കിയിട്ട് സ്മെല്ലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിക്കർ ഞാൻ ഹാങ്ങറിൽ തൂക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹാങ്ങറിൽ തൂക്കിയിട്ടപ്പോൾ ഒരുമാതിരി കിടക്കുന്നത്. പിന്നെ ഞാൻ അതിനെ എടുത്ത് അല്ലാതെ നോർമലായിട്ട് കയറിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് യൂണിഫോം എല്ലാം കഴുകിയിട്ടതിന് ശേഷം പിന്നെ ഉച്ചക്കലത്തേന് ചോറും എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് ചെറിയൊരു മയക്കമൊക്കെ മയങ്ങിയായിരുന്നു. കാരണം വൈകിട്ട് എൻ്റെ പ്ലാനിങ്ങിലുള്ളത് വൈകിട്ട് എനിക്ക് നടക്കാൻ പോകണമെന്ന്. ചേട്ടായി വീട്ടിലുള്ള ദിവസങ്ങളിലെല്ലാം എനിക്ക് നടക്കാൻ പോകണമെന്ന് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ. വൈകിട്ട് ഒരു 6 മണിയാകുമ്പം നടക്കാനായിട്ട് പോകണമെന്ന്. ചേട്ടായി ഉണ്ടെങ്കിലേ പോകാനായിട്ട് പറ്റൂ. കാരണം നീലൂസ് ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടെങ്കിലേ പോകാനായിട്ട് പറ്റൂ. അവനെയും കൊണ്ട് നടക്കാനായിട്ട് പോയാൽ ഞാൻ അവനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും, അത് ശരിയാവത്തില്ല. അപ്പോൾ വൈകിട്ടൊന്ന് നടക്കാൻ പോകാം. പിന്നെ ഞാൻ ആലോചിച്ചു, കുളിച്ച് റെഡിയായിട്ട് പോയാൽ അമ്പലത്തിലും കയറി തൊഴുതിട്ട് പോവാമെന്നിങ്ങനെ ഉള്ളൊരു ചെറിയ പ്ലാനുണ്ട്. അപ്പോൾ വൈകിട്ടിനി ഇപ്പം പകലൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വൈകിട്ടിനി മഴയാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാമെന്നും പറഞ്ഞ് പോവാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങി കേട്ടോ. ഞാൻ വൈകിട്ട് ഒരു 5:30 ആയപ്പം ഞാൻ കുളിച്ച് റെഡിയായി ഇറങ്ങി. കാഞ്ഞിരംപാറയിൽ നിന്ന് മരുതൻകുഴി വരെ ഞാൻ നടന്നു കേട്ടോ. നമ്മുടെ ഉദിയന്നൂർ ക്ഷേത്രത്തിലായിരുന്നു വന്നത്. അവിടുന്ന് തിരിച്ച് പിന്നെ കറങ്ങി ആ പാലം വഴി അങ്ങനെയൊക്കെ പോവാമെന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തൂടെ ശാസ്തമംഗലം വഴി അങ്ങനെയൊക്കെ പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടു. പിന്നെ അമ്പലത്തിൽ കയറിയപ്പോഴത്തേനും എൻ്റെ തീരുമാനം മൊത്തം മാറ്റി കേട്ടോ. അവിടെ ഞാൻ ഇരുന്ന് ദീപാരാധനയും കഴിഞ്ഞ് 7 മണി കഴിഞ്ഞു കേട്ടോ വീട്ടിലോട്ട് തിരിച്ചപ്പോൾ. അമ്പലത്തിൽ നിന്ന് തിരിച്ചപ്പോൾ 7 മണിയായി. പിന്നെ ഞാൻ നേരെ അമ്പലത്തിൽ നിന്ന് നേരെ അങ്ങ് വീട്ടിലോട്ട് കാഞ്ഞിരംപാറയിലോട്ട് വെച്ച് പിടിക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. ഇന്ന് ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ് വന്നത്. നമ്മളെവിടെ പോകണമെങ്കിലും ഒറ്റയ്ക്ക് പോയി ശീലിക്കണം. കൂടെ ഒരാൾ വേണം എന്നുള്ളൊരു വാശി പിടിക്കരുത്. അതിപ്പം ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും എപ്പോഴും സമയമൊന്നും കാണത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാവർക്കും സമയം കാണണമെന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഇനി പറഞ്ഞു കുളമാക്കുന്നില്ല. തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയത്ത് പൂര മഴയും കൊണ്ടായിരുന്നു വീട്ടിലോട്ട് വന്നത്. കുട എടുത്തത് കാര്യമായി. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ
ഉള്ളിക്കറിയും പുട്ടും എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു മുട്ടയും കൂടെ 3 മുട്ടയും കൂടെ എടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. മുട്ടക്കറി വയ്ക്കാമല്ലോ. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഉടയ്ക്കണം. അപ്പോൾ എന്താണ് പറയുക, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. എനിക്ക് സത്യം പറയട്ടെ, ഞാൻ ജെന്യുവൻ ആയിട്ടൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴും പ്രത്യേകിച്ച് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുമായിട്ടും സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെ ആരാണെന്നില്ല, ഒരാളിനോട് ഇങ്ങനെ സംസാരിക്കും പോലെ ഞാൻ ഈ സംസാരിക്കുന്ന കേട്ടോ. കാഷ്വലായിട്ട് അങ്ങ് സംസാരിക്കുക, അല്ലാതെ ഒരു അഭിനയമോ കാര്യമോ അങ്ങനൊന്നുമില്ല. അതൊന്നും വർക്കൗട്ട് ആവത്തില്ല ശരിക്കും പറഞ്ഞാൽ. അഭിനയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വീഡിയോസിലൂടെ വരുന്നത്. ഒരു കാപട്യമോ കളവോ അങ്ങനൊന്നുമില്ല. പിന്നെ ദാ 2 ചെറുക്കന്മാർ വന്നിരുന്ന് കേക്ക് കഴിക്കുന്നുണ്ട്. വിശന്ന് വന്ന് കുറേ നേരം കൊണ്ട് വിളിക്കും കേട്ടോ. അപ്പം ചോറ് കുറച്ചിരിപ്പുണ്ട്, പക്ഷെ മീനൊന്നുമില്ല കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പം കേക്ക് ഇരിപ്പുണ്ടെങ്കിൽ കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഓറഞ്ച് കളറിലെ പൂച്ചക്കുട്ടനുണ്ടല്ലോ, അവൻ പാവം കേട്ടോ. അവൻ ഇങ്ങനെ വന്ന് കിടക്കും. നീലൂസ് അവൻ്റെ മുകളിലായിട്ട് കാറും ഉള്ള കളിപ്പാട്ടം മൊത്തം കൊണ്ടുപോയിക്കും, എന്നാലും അനങ്ങാതെ ഇങ്ങനെ കിടക്കോട്ടെ. എനിക്ക് പേടിയായിരുന്നു കടിക്കുമോ എന്ന്, പക്ഷെ അവൻ അനങ്ങാതെ കിടന്നേ. പക്ഷെ അതേസമയം മറ്റേ ആ കുരുപ്പുണ്ടല്ലോ, ആ ചാര കളർ കുരുപ്പ്, അതാണെങ്കിൽ വിവരം അറിയും കേട്ടോ. അത് അള്ളി തരുകയും ചെയ്യും, കടിക്കുകയും ചെയ്യും. ചുമ്മാ നിന്നിട്ട് നമ്മുടെ കാലിൻ്റെ അവിടെ വന്ന് മണപ്പിച്ചിട്ട് ചുമ്മാ കടിക്കും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് അടുപ്പിക്കത്തില്ല, വെളിയിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ? ആ കേക്ക് കഴിച്ചതിൻ്റെ കുരുത്തക്കേടാണ് ഈ കാണിക്കുന്നത്, കുന്തളിപ്പ്. അല്ലാതെ എന്തോ ഞാനീ പറയുന്നത്, കേക്ക് കഴിച്ചതിൻ്റെ കുന്തളിപ്പെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതാ കുറച്ച് കഴിയുമ്പം ഞാൻ ഈ ഉള്ളിക്കറി വെക്കുന്നതിൻ്റെത് എന്തുവാണെന്ന് പുള്ളിക്കാരന് അറിയുന്നില്ല. അതറിയാൻ വേണ്ടിയിട്ട് അങ്ങ് വെപ്രാളമാട്ടോ. മീനാണെന്നോന്നായിരിക്കും. അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ചാടി വലിഞ്ഞൊക്കെ വന്ന് കയറാനൊക്കെ നോക്കി താഴെ മറിഞ്ഞടിച്ച് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേട്. കാലിലൊക്കെ ചുമ്മാ വന്ന് നിന്ന് കടിക്കുക, ചുമ്മാ അള്ളുക, അങ്ങ് കുരുത്തക്കേട് കൊണ്ട് കയ്യും കാലും കഴുകുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവരവിടെ നിൽപ്പുണ്ട്. കേക്കൊക്കെ കൊടുത്തു. ഇനി അതേ ഉള്ളൂ രാത്രി കൊടുക്കാനായിട്ട്. ഉച്ചയ്ക്ക് ചോറ് കൊടുത്തായിരുന്നു 2 പേർക്കും. അങ്ങനെ അവനും കേക്കൊക്കെ കൊടുത്തു, മറ്റവനും കേക്ക് കൊടുത്തു. മറ്റവൻ പോയിട്ടുണ്ട് കേട്ടോ, ഓറഞ്ച് കളറുകാരൻ പോയിട്ടുണ്ട്. ഇവനാണ് ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണം. ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട്, കമൻസൊക്കെ വായിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതാ വലിഞ്ഞ് കയറി താഴെ വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. മെയിനായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.